ഞാൻ ചോദിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഏത് സമൂഹമാണ് എന്തൂസിയാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളത്? ഞങ്ങൾ ചെറുപ്പക്കാരുടെ കാര്യം ആലോചിക്കാം. വിദ്യാസമ്പന്നരായ, വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, അല്ലെങ്കിൽ MBA കഴിഞ്ഞ, അല്ലെങ്കിൽ മറ്റ് വിവിധ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അങ്ങ് ഈ നിയമസഭയിൽ പറയണം, ഓൺ ആൻഡ് ആവറേജ് അവർക്ക് എത്ര രൂപയ്ക്കാണ് ഇവിടെ എംപ്ലോയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എത്ര രൂപയ്ക്കാണ് എംപ്ലോയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നു, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഒരുപക്ഷെ 10,000 താഴെ എംപ്ലോയ് ചെയ്യുന്നവർ കാണും. ആവറേജ് 10,000 മുതൽ 14,000 രൂപ വരെയാണ് ഇവിടെ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ജോലിയുടെ ഒരു ക്വാളിറ്റി എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ബംഗാളിയുടെ വരുമാനം എന്ന് പറയുന്നത് അവനേക്കാളും ഹയറാണ്. ഇതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്? ചെറുപ്പക്കാർ വരുമാനമുള്ള ജോലി പിന്നെ നോക്കി ഏതാ ഉള്ളതെന്നറിയോ? ഇന്ന് കേരളമാണ് ഈസിയസ്റ്റ് മാർക്കറ്റ്. അതിനാണ് ഡ്രഗ്സിന് വളരെ ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റായി കേരളം മാറി. കാരണം എന്നാൽ കാരിയേഴ്സ് എന്ന് പറയാൻ ഒരുപാട് പേരെ കിട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വാർത്ത വായിച്ചില്ലേ, പെൺകുട്ടികളടക്കമുള്ളവർ ഇതിൻ്റെ കാരിയേഴ്സായിട്ടും ഇതിൻ്റെ അഡിക്റ്റായിട്ടും വരുന്നു. ഇതിനൊരു സാമൂഹ്യ വിപത്തിൻ്റെ സംഗതിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നല്ല എംപ്ലോയ്മെൻറ്റ്, ക്വാളിറ്റി എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ചെറുപ്പക്കാർ വഴിതെറ്റി പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാനിവിടെ നമ്മുടെ ഒരു അപ്രോച്ചിൻ്റെ പ്രശ്നം പറയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സാണ് നഴ്സിംഗ് കോഴ്സ്. നേഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സമയത്ത് നമ്മളിവിടെ ഒരു സീറ്റ് പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാവില്ല. ഒരു സമയത്ത് സിവിൽ എഞ്ചിനീയറിങ്ങും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിവിടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങുകയോ സീറ്റ് വർദ്ധിപ്പിക്കുകയോ ചെയ്തില്ല. ആ സമയത്തുള്ള മുഴുവൻ ആളുകളും പോയി പഠിച്ചത് കർണാടകയിലും പുറത്തും അവിടെ പോയി പഠിച്ചു. അന്നത്തെ ഫീസായിട്ട് മുഴുവൻ പൈസ അവിടെ പോയി അവരവിടെ പഠിച്ചു വന്ന് ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മുഴുവൻ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റുകൾ ഉണ്ടാക്കുകയാണ്. ഇപ്പം 30,000-40,000 സീറ്റ് കോളേജുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതി. ഇപ്പം ആർക്ക് വേണം സീറ്റ്? ഇപ്പം ഈ ബസ് പോയി കഴിഞ്ഞിട്ട് കൈ കാണിക്കുക, വെള്ളം ഒഴുകി കഴിഞ്ഞിട്ട് തട കെട്ടുക എന്ന് പറഞ്ഞ പോലുള്ള പണി. ഇപ്പോൾ നേഴ്സിങ്ങിന് ഒരു സീറ്റ് പോലും ഇവിടെ വർദ്ധിപ്പിക്കില്ല. പിള്ളേരെല്ലാവരും വിദേശത്ത് പോകണം. ഇവിടെ ഇപ്പോൾ ബഹുമാന്യായ മന്ത്രി ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ ഇവിടുത്തെ ക്യാമ്പസുകളെ കുട്ടികൾ പരിത്യജിക്കുകയാണ്. പിള്ളേരിവിടെ നിൽക്കുന്നില്ല. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, 1-2 രൂപയല്ല, ഏകദേശം 8 ലക്ഷം രൂപ മുതൽ 38 ലക്ഷം 45 ലക്ഷം രൂപ വരെ ബാങ്ക് വായ്പ എടുത്ത് ആളുകൾ വിദേശത്തേക്ക് പോവുകയാണ്. മുഴുവൻ ഇനി ഞാൻ പ്രതീക്ഷിക്കും, ഞാനിപ്പോൾ ഈ സഭയിൽ നിന്ന് പറയുന്നത്, ലെറ്റ് ഇറ്റ് ബി ഓൺ റെക്കോർഡ്, കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്, കേരള വിൽ റിമെയിൻ ആസ് എൻ ഏരിയ വെർ ഏജ്ഡ് പോപ്പുലേഷൻ ഇസ് ലിവിങ്. ഇന്ന് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്താ? ഇസ്രായേലിൽ പ്രായമുള്ള ആളുകളെ നോക്കാൻ ഈ നഴ്സുമാർക്ക്, കാരണം ഒരാളെ നോക്കാൻ ഒരാൾക്ക് ചെല്ലാം, നല്ല ശമ്പളം കിട്ടും. കാരണം അവിടെ ചെറുപ്പക്കാരുടെ എണ്ണം കുറവ്, അല്ലെങ്കിൽ വയസ്സായ ഒരാളെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥ. കേരളം ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മൈഗ്രേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് 12ാം ക്ലാസ് കഴിയുന്ന കേരളത്തിലെ ഒരു കുട്ടിയുടെ ശരാശരി മാനസികാവസ്ഥ എന്ന് പറയുന്നത് സം ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് സ്റ്റേറ്റ് ആൻഡ് സം ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് കൺട്രി. വൈ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ടാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല ഏറ്റവും വലിയ പെർഫോമിംഗ് ആണെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞു നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കുട്ടികൾ അങ്ങനെ പോകാൻ തയ്യാറാവുമോ? ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അതുപോലത്തെ ഓപ്പർച്യൂണിറ്റി വേണ്ടി നടക്കുമോ? അപ്പം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അങ്ങ് എന്ത് ഇനീഷ്യേറ്റീവ്സാണ് ഈ മേഖലയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്? കാരണം നമുക്ക് കുറച്ചുകൂടി എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കണം.